Hi all. Welcome back to yet another video of Nourish with Anuvind. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറ്റ് ഡ്യൂറിങ് ലാക്ടേഷൻ. മുലയൂട്ടുന്ന സമയത്ത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു ജനറൽ ഡയറ്റ് പാറ്റേൺ. ലാക്ടേഷൻ 3 സ്റ്റേജസ് ആക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എംബ്രിയോജനസിസ്, സെക്കൻഡ് വൺ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് തേർഡ് വൺ ലാക്ടോജനസിസ്. ഒരു നവജാത ശിശു അമ്മയിൽ നിന്നും ആദ്യമായിട്ട് കുടിക്കുന്ന പാലിന് പറയുന്ന പേരാണ് കൊളോസ്ട്രം. നമ്മൾ ഒരു മാസം വരെ 8 മുതൽ 12 തവണയെങ്കിലും ഒരു ദിവസം നമ്മൾ പാല് കൊടുക്കണം. ഈ 8 മുതൽ 12 തവണ വരെ നമ്മൾ പാല് കൊടുക്കുമ്പോൾ ഒരു 3 മണിക്കൂറിന്റെ ഗ്യാപ്പ് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. 3 മണിക്കൂർ ഇടവിട്ട് നമ്മൾ പാല് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു മാസം മുതൽ 6ാമത്തെ മാസം വരെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ എണ്ണം കുറച്ചു കൊണ്ടുവരിക പാല് കൊടുക്കുന്നതിന്റെ. അതായത് 8 മുതൽ 12 തവണ എന്നുള്ളത് ഒരു 7 മുതൽ 9 തവണ ആക്കിയിട്ട് ചുരുക്കുക. 6 മാസത്തിന് ശേഷം നമ്മൾ മുലയൂട്ടുന്നതിന് കൂടെ തന്നെ ബേബി ഫുഡ്സും കൊടുക്കാനായിട്ട് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. മുലയൂട്ടുന്നതിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഒന്നുകൂടെ വർദ്ധിക്കുന്നു. നമ്മൾ പാല് കൊടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആന്റിബോഡീസ് ആണ് കൊടുക്കുന്നത്. കുട്ടി എപ്പോഴും റെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ പാല് കൊടുക്കുന്നതിലൂടെ അമ്മയുടെ ശരീരത്തിലെ എക്സ്ട്രാ കാലറീസ് ഒക്കെ ബേൺ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഓവുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. നമ്മൾ ഈ സമയത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എല്ലാ ഭക്ഷണങ്ങളും വേണ്ടത്ര അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിരിക്കണം. നമ്മൾ ഹൈ ഇൻ പ്രോട്ടീൻസും ഹൈ ഇൻ കാലറീസും ആയിരിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒരു തളർച്ച അനുഭവപ്പെടാനും ഒക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രോട്ടീനിലും കാലറീസിലും ഹൈ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ 6 മാസം അമ്മയ്ക്ക് 17.83 ഗ്രാം എക്സ്ട്രാ പ്രോട്ടീൻ വേണം. അഡീഷണൽ ആയിട്ട് പ്രോട്ടീൻ അമ്മയുടെ ശരീരത്തിന് വേണം. പിന്നെ 7ാമത്തെ മാസം മുതൽ 12ാമത്തെ മാസം വരെ 13.83 ഗ്രാം പ്രോട്ടീൻ മതി അഡീഷണലി. അമ്മയ്ക്ക് ഒരു ദിവസം 115 മില്ലിഗ്രാം വൈറ്റമിൻ സി ആവശ്യമാണ് അവരുടെ ശരീരത്തിന്. അതുപോലെ തന്നെ 1200 മില്ലിഗ്രാം കാൽഷ്യവും അവരുടെ ശരീരത്തിന് ദൈനംദിനം ആവശ്യമാണ്. 23 മില്ലിഗ്രാം അയണും ദൈനംദിനം ശരീരത്തിന് ആവശ്യമാണ്. ഇനി നമ്മൾ ഈ സമയത്ത് അമ്മമാർക്ക് കൊടുക്കുന്ന കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അവര് ഒരു ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം എടുക്കുന്നത്. അവര് സ്പൈസസും കാര്യങ്ങളും ഈ എരിവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ലിമിറ്റ് ചെയ്യുകയോ ചെയ്യുക. അതുപോലെ തന്നെ അവര് സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആയിരിക്കണം എടുക്കേണ്ടത്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് മിനിമം 2.5 ലിറ്ററിന് മുകളിൽ വാട്ടർ ഇൻടേക്ക് ഉണ്ടായിരിക്കണം പെർ ഡേ ഒരു ദിവസം. അവർക്ക് ഈ ഫ്രൂട്ട് ജ്യൂസസ് അതുപോലെ തന്നെ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങള് പിന്നെ സിറിയൽസ്, പൾസസ്, ലീഫി വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചായ, കാപ്പി ഇതും അതുപോലെ കാർബോണേറ്റഡ് വാട്ടേഴ്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ബോട്ടിൽ കിട്ടുന്ന ലിക്വിഡ്സും കാര്യങ്ങളും ഇതൊന്നും നമ്മൾ കഴിക്കരുത്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മൾ സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മുലയൂട്ടുന്ന അമ്മമാരിൽ കണ്ടുവരുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ് അവർക്ക് പാല് കുറവ് അല്ലെങ്കിൽ പാല് ഇല്ലാതിരിക്കുക. അങ്ങനത്തെ ടൈമിലൊക്കെ നമ്മൾ മിൽക്ക് പൗഡേഴ്സ് അല്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെ ഉപയോഗിക്കുക. ഗാർലിക് വെളുത്തുള്ളി നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ പാല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അമ്മമാർക്ക് കോൺസ്റ്റിപ്പേഷന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതായത് വയറ് ഭയങ്കര കട്ടിയായി പോവുക അല്ലെങ്കിൽ വയറ് ഭയങ്കര ടൈറ്റ് ആയിരിക്കുക, മോഷൻ ഒന്നും കറക്റ്റ് അല്ലാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവര് ഹൈ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യുക. നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതൽ കഴിക്കുക. മീന്, മുട്ട, അതുപോലെ പോൾട്രി ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ വെജ് സൂപ്സ്, നോർമൽ സൂപ്സ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണത്തിൽ. നട്ട്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ നല്ലൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായി ഉറങ്ങുക. അതുപോലെ തന്നെ ബേബിയെ നമ്മുടെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡൊക്കെ പക്ക ടൈമിംഗ് ആയിരിക്കണം. ഒരു 8 to 8:30 ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണേലും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു ബ്രഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കറക്റ്റ് 1 മണിക്ക് നമ്മൾ ലഞ്ച് കഴിക്കണം ഉച്ചയ്ക്ക്. പിന്നെ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കാറുള്ള പോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കുക.
അതുപോലെ തന്നെ വീണ്ടും ഒരു 6-6:30 ആ സമയത്ത് പിന്നെ പറഞ്ഞ പോലെ ഒരു സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ലൈറ്റായിട്ട്. പിന്നെ രാത്രി ഒരു 8-8:30 ആവുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കിടക്കാനൊക്കെ ഒരുപാട് ലേറ്റ് ആവുന്നവരാണെങ്കിൽ, ഇനി അല്ലെങ്കിലും നോർമൽ കേസസിൽ ഒരു 11-11:30 ആവും കിടക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മളൊരു രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു 10 മണിയൊക്കെ ആവുമ്പോൾ ഒരു ബെഡ് ടൈം സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഒരു നോർമൽ ഡയറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അമ്മമാരിൽ കണ്ടുവരുന്ന പൊതുവെ കണ്ടുവരുന്ന ക്ഷീണം, തളർച്ച അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലായ്മ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് നിങ്ങളോട് ലാക്ടേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക. അതിലും നമ്മൾ ഇതുപോലെ ഡെയിലി ഒരുപാട് ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഫീഡ് ചെയ്യുന്ന നിങ്ങളുടെ കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.